ചങ്ങായിമാരെ നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ കുരുപൊട്ടിക്കൊണ്ട് നമ്മളെ ചാണക സംഖ്യയുണ്ടല്ല ഒരു പ്രത്യേകതരം കരച്ചിലായിട്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. സംബന്ധം വെച്ചാൽ ഇന്നലെ അൻസാരി ഉസ്താദിനോട് സഹായം ചോദിച്ചാ ബാബു എന്ന ചേട്ടനോട് അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുണ്ടല്ല ഒന്നിക്ക് സേവാഭാരതിയോടോ അല്ലെങ്കിൽ BJP ഉണ്ടല്ല അവരുടെ ആൾക്കാരോട് ഒന്ന് സഹായിക്കാൻ വേണ്ടി പറ, അവര് സഹായിക്കൊന്ന് നമുക്കൊന്ന് നോക്കാലേ എന്ന്. അപ്പൊ നമ്മുടെ ബാബുവേട്ടൻ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാം, എന്റെ ഉസ്താദെ അവന്മാരോട് ഞാനില്ല കുറെ കാലം സഹായത്തിന് വെച്ചിന് ഒരുത്തം പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ലാന്ന് ബാബുവേട്ടൻ അതിന് കൊടുത്ത മറുപടി. അതിന്റെ കൂടെ ബാബുവേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദെ നിങ്ങൾ മാത്രമാണ് എന്നെ സഹായിച്ചെന്നും ബാബുവേട്ടൻ ഉണ്ടല്ല അതിൽ പറഞ്ഞിരുന്നു. നമ്മളെ ബാബുവേട്ടൻ അൻസാരി ഉസ്താദിനോട് അങ്ങനെ പറഞ്ഞു ഓഡിയോയും വീഡിയോ ഉണ്ടല്ല ഭയങ്കരമായിട്ട് വൈറലായി. അതോടുകൂടി നമ്മുടെ ചാണക സംഖ്യ ഉണ്ടല്ല നാണം കിട്ട് നാറിപ്പോയി. അങ്ങനെ നാണം കെട്ട് നാറിപ്പോയ നമ്മളെ ചാണക സംഖ്യ ഉണ്ടല്ല അവിടെ സ്ഥിരം പരിപാടി ഉണ്ടല്ല ആ സ്ഥിരം പരിപാടി അങ്ങ് ഇറങ്ങി. അതായത് നമ്മൾ അൻസാരി ഉസ്താദിനെ തീവ്രവാദിന്നും സുഡാപ്പിന്നൊക്കെ വിളിച്ചിട്ട് ചാണക സംഖ്യ ഉണ്ടല്ല ഒരുപാട് വീഡിയോ ആയിട്ട് അങ്ങ് ഇറങ്ങി. എന്തായാലും ആ സംഭവത്തിനുണ്ടല്ലോ ആദ്യം തന്നെ കുരുപൊട്ടിക്കൊണ്ട് ഇറങ്ങിയത് വേറെ ആരുമല്ല, നമ്മളെ ചാണക സംഖ്യ ഭാരതീനുണ്ടല്ല ഭാരതീനാണ് ആദ്യം തന്നെ കുരുപൊട്ടിക്കൊണ്ട് ഇറങ്ങിയത്. ഈ വീഡിയോയിൽ നമ്മളെ ഭാരതീനുണ്ടല്ലോ ഒരുപാട് ഉടായ്പകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്കുണ്ടല്ല ഭാരതീന്റെ ഉടായ്പ കേൾക്കാം, അതിനുശേഷമുണ്ടല്ല അത് നല്ല മറുപടിയും കൊടുക്കാം. ചെയ്യേണ്ട വേണ്ട എല്ലാ കാര്യത്തിലും മുസൽമാന്മാർ മാത്രം രംഗത്തിറങ്ങുന്നുണ്ട്. സഹായപ്രവർത്തനം നൽകുമ്പോൾ അത് മതം മാറ്റാനോ അല്ലെങ്കിൽ വർഗീയ ഫണ്ടോ എന്നൊക്കെ പറഞ്ഞ് കാര്യം കൂടി കേൾക്കാൻ വിചാരിച്ചിട്ടാണ്. എന്നാൽ സംശുദ്ധമായ സേവാഭാരതിയുടെ ഫണ്ടുകൾ വരട്ടെ, ഭാരതീയനും ലക്ഷ്മി ഖാനൊക്കെ രംഗത്ത് വന്ന് സഹായിക്കാൻ അവർക്ക് കൂടി അവസരം കിട്ടട്ടെ എന്ന് ആ നന്മയുള്ള വിചാരം കൊണ്ടാണ് ഞാൻ ബാബുവേട്ടന്റെ കേസ് ഒന്ന് മാറ്റിവെച്ചത്. പക്ഷേ വീഡിയോ ഇട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കോള് വന്നതെ നമ്മളൊക്കെ മനുഷ്യരാണ്, അവിടെ ആരോടുള്ള വിരോധം തീർക്കണ്ട, നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കുക എന്ന് പറഞ്ഞു 1 ലക്ഷം രൂപ മനുഷ്യന് അയച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇയാൾ യജാതി ഫ്രോഡാണ്. ഇയാൾ ഈ ബാബുവേട്ടന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ എന്റെ പേര് മെൻഷൻ ചെയ്തപ്പോൾ കമന്റ് ബോക്സിൽ പോയിട്ട് ഇദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് ഞാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഇയാളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടം സുഡാപ്പികൾ എന്നെ തെറി പറയുകയാണ് ചെയ്തത്. നിങ്ങൾ വേണമെങ്കിൽ ബാബുവേട്ടന്റെ പേര് പറഞ്ഞ് ഇയാൾ ഇട്ടിരിക്കുന്ന വീഡിയോ പോയി ശ്രദ്ധിക്കും. ഞാൻ ഇയാളോട് നമ്പർ ചോദിച്ചു, തന്നില്ല. ബാബുവേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇയാൾ പറയുന്നത് പോലെ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി ഒന്നും ചെയ്ത് വീഡിയോ ആക്കാറില്ല. എന്റെ മര്യാദയ്ക്ക് ഞാൻ ഇയാളുടെ കമന്റ് ബോക്സിൽ പോയി ചോദിച്ചു, എനിക്ക് ആ നമ്പർ തരൂ, ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ 1 മണിക്കൂറിനുള്ളിൽ പൈസ റെഡിയായി. എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? ഈ ബാബുവേട്ടൻ എന്ന് പറയുന്ന ആള് ഏത് ഹിന്ദു സംഘടനയാണ് കോൺടാക്ട് ചെയ്തത്? അൻസാരി വലിയ കാര്യത്തിൽ പൊക്കിയടിച്ചതല്ലേ, ഒന്ന് പറയാമോ? എന്തെല്ലാം ചാതി കള്ളത്തരമാണ് ഇയാൾ പറയുന്നത്? മുസ്ലിങ്ങൾ മാത്രമേ സമൂഹത്തിൽ ഇറങ്ങി ചെയ്യുന്നുള്ളൂ, അത്ര ഇറങ്ങി ചെയ്യുന്നതല്ല, ചെയ്യുന്നത് പബ്ലിസിറ്റി ആക്കുന്നു എന്ന് പറ. ഉളുപ്പുണ്ടാടാ നായി, ഇങ്ങനെ സഹായിക്കുന്നവരെ കുറ്റം പറയാൻ വേണ്ടി നിനക്ക് ഉളുപ്പുണ്ടാ നായി? കേരളത്തിലെ മുസ്ലിങ്ങൾ സഹായിക്കുന്നതിന്റെ 1000-1 നിങ്ങൾ ചാണക സംഖ്യയിലിട്ടില്ല ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? പിന്നെ നീ വീട്ടിൽ എന്താ പറഞ്ഞത്? നീ സഹായിക്കുന്നത് ആരോടും പറയുന്നില്ല എന്നോ? നീ പ്രാവശ്യം ഉണ്ടല്ല സ്കൂള് തുറക്കാൻ പോകുമ്പോൾ ഏതോ 2 കുട്ടികൾക്കുണ്ടല്ല സ്കൂൾ ബാഗ് വാങ്ങിക്കൊടുത്ത വീഡിയോ ഉണ്ടല്ല സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ല. അങ്ങനെ ആ വീഡിയോ നീ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടല്ല. 2 ബാഗ് വാങ്ങിക്കൊടുത്തിട്ട് 100 ബാഗ് വാങ്ങേണ്ട പൈസ ഇടില്ല, ആ പൈസ നീ ആ വീഡിയോ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇത്രയും വലിയ ഉടായ്പ കാണിച്ചിട്ട് ഇവൻ പറയുന്നു ഇവൻ ചെയ്ത സഹായം ഉണ്ടല്ല, ഇവൻ ചെയ്ത സഹായം ആരോടും പറയാറില്ല എന്ന്. നീ 100 രൂപയുടെ 2 ബാഗ് കൊടുത്തിട്ട് ആൾക്കാരെ പറ്റിക്കുമ്പോഴല്ല ഉസ്താദ് അതല്ല ചെയ്യുന്നത്. ഉസ്താദ് ഉണ്ടല്ല 25 ലക്ഷവും 50 ലക്ഷം ഒക്കെയാണ് ഓരോരാൾക്കാർക്കുണ്ടല്ല സഹായം കൊടുക്കുന്നത്. അതുകൊണ്ട് ഉസ്താദ് ചെയ്യുന്ന സഹായം നിന്റെ ഉടായ്പുണ്ടല്ല ആ രണ്ടുണ്ടല്ല ഒരു ലെവലിൽ കൂട്ടിക്കെട്ടാൻ നിൽക്കല്ലേ. പിന്നെ നീ വേറൊരു കാര്യം പറഞ്ഞു, ഞാൻ ബാബുവേട്ടന്റെ നമ്പറിന് വേണ്ടിട്ട് നീ ഉണ്ടല്ല അൻസാരി ഉസ്താദിന്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു വന്ന്. എടാ ചാണക സംഖ്യ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ആ ബാബുവേട്ടന്റെ സഹായം ഉണ്ടല്ല ആ സഹായം ഏറ്റെടുത്തതിന് ശേഷമല്ലേ നീ ഉണ്ടല്ല അതിൽ പോയിട്ട് കമന്റ് ഇട്ടത്. അങ്ങനെ ഉസ്താദ് ആ ബാബുവേട്ടന്റെ സഹായം ഉണ്ടല്ല അത് ഏറ്റെടുത്തതിന് ശേഷം ആ വീഡിയോ പോയിട്ട് കമന്റ് ഇടാൻ വേണ്ടി ലേശം പോലും ഉളുപ്പൊന്നാണോ മാനോണ്ടല്ല നിനക്ക് ഇല്ലാണ്ടായി പോയല്ലോ. ഇത് നിനക്ക് അത്രക്കണ്ടല്ല ആരെങ്കിലും സഹായിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഉസ്താദ് ഉണ്ടല്ല ഒരാഴ്ച മുന്നേ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സൂര്യ എന്ന പേരുള്ള പെൺകുട്ടിക്കുണ്ടല്ല ചികിത്സയുടെ ഭാഗമായിട്ട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ 25 ലക്ഷം രൂപയുണ്ടല്ല പിരിച്ചു കൊടുത്തിരുന്നു. ആ കുട്ടിക്ക് ഇനിയും ചികിത്സക്കിട്ടില്ല 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് മറ്റ് ഉസ്താദ് വേറൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു. നീ ഉണ്ടല്ല ആ സൂര്യ എന്ന പെൺകുട്ടിക്കല്ല 10 ലക്ഷം രൂപയുണ്ടല്ല പിരിപ്പിച്ച് കൊടുക്ക് ചാണക സംഖ്യ. ആ പെൺകുട്ടിയുടെ അഡ്രസ്സും ആ പെൺകുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടല്ല അതൊക്കെ ഉണ്ടല്ല ഉസ്താദിന്റെ ആ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് നിനക്കുണ്ടല്ല ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സഹായിക്കണം തോന്നുന്നുണ്ടെങ്കിൽ നീ പോയിട്ട് ആ സൂര്യ എന്ന പെൺകുട്ടി ഉണ്ടല്ല ആ പെൺകുട്ടിയെ സഹായിക്ക്. നീയൊക്കെ സഹായിക്കല, നിനക്കൊക്കെ പറ്റുമെങ്കിൽ ആ സഹായം ഉണ്ടല്ല തടയാൻ വേണ്ടി മാത്രമേ പറ്റൂന്ന് എല്ലാവർക്കും അറിയാം. എന്തിന് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടല്ല ആ ഫണ്ട് തന്നെ മുക്കി നക്കിയ ടീമല്ലേ നിന്റെയൊക്കെ. അങ്ങനെയുള്ള നീയൊക്കെ ഉണ്ടല്ല 100 രൂപ പിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് 99 ഉണ്ടല്ല 99 രൂപ ഉണ്ടല്ല മുക്കി നക്കും. എന്നിട്ട് ബാക്കിയുള്ള 1 രൂപ ഉണ്ടല്ല ആ 1 രൂപയും നീയൊക്കെ കീശയിലിടും. അതുകൊണ്ട് തന്നെയാണ് ചാണക സംഖ്യയിലെ പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല സഹായത്തിന് നിന്നെപ്പോലത്തെ സംഖ്യയിലുണ്ടല്ല അവരുടെ വരാത്തത്. അല്ലെങ്കിൽ തന്നെ സഹായം ചോദിച്ചു വന്ന പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് നീയൊക്കെ എന്ത് സഹായം ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഇങ്ങനെ സഹായിക്കുന്നവരെ കുറ്റം പറയാൻ അല്ലാതെ നിനക്കൊക്കെ വേറെ എന്ത് പണിയാ അറിയാം. ഇനി നമുക്ക് അടുത്തതായിട്ടുണ്ടല്ല ലസ്ദ പാലക്കൽ എന്ന ചാണക സംഖ്യ ഉണ്ടല്ല അവൾക്കുണ്ടല്ല ഒരു പ്രത്യേകതരം ചൊറിച്ചിലാണ്. അവളുടെ വെറൈറ്റി ചൊറിച്ചിൽ എന്താണെന്നറിയാം? അവളെന്താ പറഞ്ഞറിയാം? അൻസാരി ഉസ്താദ് പറഞ്ഞ ഈ ബാബു ഉണ്ടല്ല ഈ ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ല ഇല്ല പോലും. ഉസ്താദ് ഉണ്ടല്ല ആളെ പറ്റിക്കാൻ വേണ്ടി ബാബു എന്ന പേരിലുണ്ടല്ല ഒരു വോയിസ് ഉണ്ടാക്കിയതാണെന്നാണ് ഈ ചാണക സംഖ്യ പറയുന്നത്. എന്തായാലും നമുക്ക് ലസ്ദ പാലക്കൽ അമ്മയുടെ വെറൈറ്റി ചൊറിച്ചിലുണ്ടല്ല ആ ചൊറിച്ചിൽ കണ്ടിട്ട് ബാക്കി മറുപടി കൊടുക്കാം. സുഹൃത്തുക്കളെ, ഞാൻ ബാബുവേട്ടനെയും തേടിയുള്ള യാത്രയിലാണ്. ഏതായി ബാബുവേട്ടൻ കേട്ടോ? എനിക്ക് കൂലിപ്പണി ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ അൻസാരി ഉസ്താദിന്റെ ബാബു
ഉസ്താദ് ഒരു ബാബുവേട്ടനെ തപ്പിപ്പിടിച്ചു, ഒരു പേരുണ്ടാക്കി. അങ്ങനെ ഉസ്താദ് എന്ത് ചെയ്തു? ഉസ്താദിനെ ഒന്ന് വിളിച്ചു. ഉസ്താദ് സഹായത്തിനൊരുങ്ങി. എന്താ ചെയ്യാ? ഈ ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഗീയത. മറ്റുള്ള ആൾക്കാരുടെ മേലെ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം കാര്യത്തിൽ വർഗീയത കാട്ടുന്ന ഉസ്താദാണ് ഈ അൻസാരി ഉസ്താദ്. ഈ അൻസാരി ഉസ്താദ് ബാബുവേട്ടനെ വിളിച്ചിട്ട്, അയ്യോ നാടകത്തിൽ നമ്പർ 1, ഞങ്ങളൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതല്ലാതെ ഈ ഉസ്താദിനെ പോലെ ചെയ്യുന്ന ആൾക്കാരൊന്നല്ല നമ്മള്. അതായത് 5 or 10 കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ നേരെ അമ്മമാർക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ അർഹതപ്പെട്ട കൈകളിൽ വെച്ചു. അത് ഹിന്ദുക്കളും മുസ്ലിംസ് ഒന്നുമില്ല, എല്ലാവരുടെ കയ്യിൽ വെച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലിസ്ദ പാലക്കൽ എന്ന ഭൂലോക ഫ്രോഡെ, നീ ഉണ്ടല്ലോ ഒരാളെ സഹായിച്ചതിന്റെ കണക്കൊന്ന് പുറത്തുവിടാൻ പറ്റുമോ? അതായത് നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നീ ഉണ്ടല്ലോ അർഹതയുള്ള ഒരാളുടെയെങ്കിലും കയ്യിലുണ്ടല്ല കുറച്ച് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവൊന്ന് പുറത്തുവിട്. നീ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഒന്നും സഹായിച്ചതിന്റെ കണക്കൊന്നും വേണ്ട. നീ ഉണ്ടല്ല ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കൊന്ന് താ. നിന്നെ പോലത്തെ ചാണക സംഖ്യ കണ്ടില്ല അങ്ങനത്തെ ഒരു കണക്ക് കാണിക്കണമെങ്കിൽ ആരെങ്കിലും സഹായിച്ചിട്ട് വേണ്ടേ അങ്ങനെ ഒരു കണക്ക് കാണിക്കാൻ വേണ്ടിട്ട്? എന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടല്ലോ ഉളുപ്പം നാണവും അല്ലാതെ ഒരു സ്ഥിരം ഡയലോഗ് അടിക്കാനുണ്ട്, നമ്മൾ സഹായിച്ചത് ആരും അറിയിക്കൂല എന്ന്. നീയൊക്കെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമല്ലേ നിനക്കൊക്കെ ഉണ്ടല്ലോ ആ സഹായിച്ചതിന്റെ കണക്ക് കാണിക്കാൻ പറ്റൂ എന്റെ ചാണക സംഘടനയെ. പിന്നെ നീയൊക്കെ ചെയ്യും എന്താണെന്ന് പറയും, ഇങ്ങനെ സഹായത്തിന്റെ പേരുണ്ടല്ലോ നല്ലോണം പിഴിപ്പിച്ചിട്ട് നല്ലോണം ഉണ്ടല്ല മുക്കി അങ്ങ് നക്കും. നീയൊക്കെ മുക്കി നക്കുന്ന പറഞ്ഞത് ഞാനല്ലാട്ടാ, നിന്റെയൊക്കെ ഒരു BJP കാരനുണ്ടല്ല, നിന്നെപ്പറ്റി തന്നെ പറഞ്ഞൊരു വോയിസ് ഉണ്ടല്ല കുറെ കാലം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതായത് നീ മുക്കി നക്കി എന്ന് പറഞ്ഞത് വേറെ ആരുമില്ല, നിന്റെ BJP കാരൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ആ സംഭവം നീ അവനൊക്കെ കൂട്ടിയിട്ടില്ല എങ്ങനെയൊക്കെയോ ഒത്തു തീർപ്പാക്കിയെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീയൊക്കെ പറയുന്നുണ്ടല്ല നിങ്ങളൊക്കെ ചെയ്യുന്ന സഹായമുണ്ടല്ല അർഹതപ്പെട്ട ആളുണ്ടല്ല അവരുടെ കൈകളിൽ എത്തുന്നു. ആ അർഹതപ്പെട്ടവരുണ്ടല്ല നിങ്ങൾ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ നീ പറഞ്ഞല്ലോ അൻസാരി ഉസ്താദ് ബാബു എന്ന് പറഞ്ഞ വോയിസ് ഉണ്ടല്ല ആൾക്കാരെ പറ്റിക്കാൻ ഉണ്ടാക്കിയതാണെന്ന്. അങ്ങനെ നിനക്ക് തോന്നാൻ എന്താ കാരണം എന്നറിയാം ലിസ്ദ പാലക്കലെ? നീയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് അത്തരം ഉടായ്പകൾ. അതായത് ഒരാളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ അക്കൗണ്ടും അയാളെ വോയിസ് ഒക്കെ കാണിച്ചിട്ട് നക്കി മുക്കുന്ന പണി നീയൊക്കെ എടുക്കുന്നതാണ്. അങ്ങനെ നീയൊക്കെ ചെയ്തത് കൊണ്ടാണ് എല്ലാവരും അത്തരക്കാരാണെന്ന് നിനക്ക് തെറ്റിദ്ധാരണ വരുന്നത്. പിന്നെ നീ ഉണ്ടല്ല വേറൊരു വലിയ കോമഡിയും കൂടി പറഞ്ഞിട്ടുണ്ട്, അൻസാരി ഉസ്താദ് ഉണ്ടല്ല വലിയ വർഗീയവാദിയാണെന്ന്. അതേ ലിസ്ദ പാലക്കലെ അൻസാരി ഉസ്താദ് ഉണ്ടല്ല വലിയ വർഗീയവാദിയാണ്. അതുകൊണ്ടാണ് ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല അദ്ദേഹം സഹായിച്ചിട്ടുള്ളത്. അദ്ദേഹം വലിയ വർഗീയവാദി ആയതുകൊണ്ടാണ് ഇപ്പോഴുണ്ടല്ല ഒരുപാട് ഹിന്ദുക്കളുണ്ടല്ല അദ്ദേഹത്തെ സഹായത്തിന് വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിളിക്കുന്നവർക്കുണ്ടല്ല തന്നാൽ കഴിയുന്ന എല്ലാ സഹായവും അൻസാരി ഉസ്താദ് ചെയ്യുന്നുണ്ടല്ല. അൻസാരി ഉസ്താദ് വലിയ വർഗീയവാദി ആയതുകൊണ്ടാണ്. അൻസാരി ഉസ്താദിനെ വർഗീയവാദി എന്ന് വിളിക്കുന്ന നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് രാത്രി ഉറങ്ങുന്നവരെയുണ്ടല്ല മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു, മുസ്ലിങ്ങൾ ഉറങ്ങുന്നുണ്ടോ, മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, മുസ്ലിങ്ങളുടെ വീട്ടിൽ പ്രസവം നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ച വർഗീയത പറയുന്ന നീയാണോ മറ്റൊരാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്? എന്റെ ലിസ്ദ പാലക്കലെ കേരളത്തിലെ 10 വൃത്തികെട്ട വർഗീയവാദികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്റെ പേരും കാണും എന്റെ ചാണക സംഘിണി. അങ്ങനെയുള്ള വൃത്തികെട്ട നീയാണ് നല്ല മനുഷ്യനായ നന്മയുള്ള അൻസാരി ഉസ്താദിനല്ല വർഗീയവാദി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ചാണക സംഘിണി പാലക്കളമ്മയുടെ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ ഭാരതീയനോട് പറഞ്ഞില്ലേ അത് തന്നെയാണ്. അതായത് സൂര്യ എന്ന പേരുള്ള പെൺകുട്ടിക്ക് 10 ലക്ഷം രൂപയുടെ ചികിത്സക്ക് വേണ്ടി നീയൊക്കെ കൂടിയിട്ടില്ല പിരിപ്പിച്ചിട്ട് കൊടുക്ക്. അതിനുള്ള നീയൊക്കെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് നിനക്കൊക്കെ പറ്റുമെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് അത് ചെയ്യ്. നിന്റെയൊക്കെ പിതാവിന്റെ കോടത്തിൽ ഒറ്റ പേരെ ഉള്ളെങ്കിൽ നീയൊക്കെ ഉണ്ടല്ല അത് ചെയ്ത് കാണിക്ക്. എന്നിട്ട് വന്നിട്ട് ഡയലോഗ് അടിക്കുക. ഈ വെല്ലുവിളികൾക്കുമുണ്ടല്ല നിങ്ങളെ സ്ഥിരം പരിപാടി ഉണ്ട്. ആ പരിപാടി തന്നെ നിങ്ങൾ എടുക്കുന്ന എനിക്കറിയാം. അതായത് തന്നെയുണ്ടല്ല നിങ്ങൾ ചത്ത പോലെ കിടക്കും. ഉസ്താദിന്റെ വീഡിയോ കണ്ടിട്ട് നിനക്കൊക്കെ ഉണ്ടല്ല ഇങ്ങനെ കുരുപൊട്ടുന്നല്ലാതെ ഒരാളെ തിരിച്ച് സഹായിക്കാൻ വേണ്ടി നിനക്കൊക്കെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. അൻസാരി ഉസ്താദ് ഉണ്ടല്ല പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല എങ്ങനെയെങ്കിലും സഹായിച്ചോളൂ. അപ്പൊ തൽക്കാലം ഈ കുരുപൊട്ടിയ ചാണകസങ്ങളുടെ വീഡിയോ ഉണ്ടല്ല ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.